ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കാണുന്ന 290 നൈറ്റി പീസാട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ടോപ്പും ബോട്ടും ഓട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു മീഡിയം സൈസ് വരുന്ന ടോപ്പും ബോട്ടും ഓട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലോത്തിൻ്റെ വീതിയാണ് നീളമായിട്ട് എടുക്കുന്നത്. തുണി ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പോർഷനാട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കും ഫ്രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വരുന്നത് പറയുമ്പം 7 ഇഞ്ചാട്ടോ ഷോൾഡർ വരുന്നത്. അപ്പോൾ ഞാൻ ആ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുവാണേ. താഴോട്ടും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അത് രണ്ടും ജോയിൻറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനുള്ളത്. 36 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ 4 കാണുമ്പോൾ 9 ഇഞ്ച് വരും. ആ 9 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1.5 ഇഞ്ചാട്ടോ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ഹിപ്പിൻ്റെ ലെങ്ത്ത് ഒരു 19 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ മെഷർമെൻറ്റും കൂടെ മാർക്ക് ചെയ്യുക. 8.25 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇട്ട് താഴെ നമ്മൾ 9.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ 3 പോയിൻറ്റും ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് ആ കൈക്കുഴിയുടെ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. താഴത്തെ വീതി എന്ന് പറയുമ്പോൾ ഒരു 12 ഇഞ്ചാട്ടോ വീതി കൊടുക്കുന്നത്. അത് ഞാൻ ഇവിടെ ദാണ്ട് മാർക്ക് ചെയ്ത് 12ൻ്റെ കൂടെ ഞാനൊരു 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഇട്ടിട്ട് 13 ഇഞ്ചിലാട്ടോ മാർക്ക് ചെയ്തത്. അതിനൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ള്. ഇനി നമ്മൾ ബാക്ക് പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടാട്ടോ ഞാൻ ബാക്ക് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെയാണ് കട്ട് ചെയ്യാനുള്ളത്. ഈ ക്ലോത്തിൽ നിന്ന് ബോട്ടത്തിനുള്ള ക്ലോത്തും കട്ട് ചെയ്യണം. അതുപോലെ നമുക്ക് സ്ലീവിനും. പിന്നെ ബോട്ടത്തിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എലാസ്റ്റിക് ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി ക്ലോത്ത് വെക്കേണ്ടി വരും. അപ്പോൾ ആ ക്ലോത്ത് നമുക്ക് ഇതിൽ നിന്നാട്ടോ എടുക്കേണ്ടത്. ഇപ്പോൾ ബോട്ടത്തിൻ്റെ ഞാൻ ഹിപ്പ് റൗണ്ട് കൊടുത്തേക്കുന്നത് 11 ഇഞ്ചാട്ടോ കൊടുത്തിരിക്കുന്നത്. താഴോട്ടും അതുപോലെ തന്നെ 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. 11 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ കൂടെ ഒരു 6 ഇഞ്ച് കൂട്ടുക. അതിനെ 4 കാണാം. അപ്പോൾ നമുക്ക് 11 ആട്ടോ കിട്ടുന്നത്. 11 ഞാൻ ഹിപ്പായിട്ട് കൂട്ടിയേക്കുന്നത്. പിന്നെ താഴോട്ട് ഞാൻ 12 ഇഞ്ച് എടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് അടിഭാഗം തട്ടാതിരിക്കാനാട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്കതൊരു ബോക്സായിട്ട് വരച്ച ശേഷം നമുക്ക് ബാലൻസ് നമുക്കൊരു 4 ഇഞ്ച് വേണമെന്നില്ല. മീഡിയം സൈസൊക്കെ ഒരു 3.5 ഇഞ്ച് മതിയാവും. പിന്നെ ഒരു 4 ഇഞ്ച് എടുത്തേക്കുവാണ്. അതാകുമ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് ലൂസ് ഉണ്ട്. നമുക്ക് പെട്ടെന്നൊന്നും കീറി പോകത്തില്ല. ഇനി ആ ഒരു ഇത് ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നേരെ താഴെ ഭാഗത്ത് ഞാനൊരു 8 ഇഞ്ചാട്ടോ എടുക്കുന്നത്. ഒരുപാട് വീതി കൊടുക്കുന്നില്ല. 8 ഇഞ്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാട്ടോ കൊടുക്കുന്നത്. ഇനി ആ ഒരു മുകളിലത്തെ ഭാഗവും താഴെയും കൂടെ നമുക്കൊന്ന് ജോയിൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പാൻറ്റിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ക്ലോത്തിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഭാഗത്തുള്ളൊരു ക്ലോത്താട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ 5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. 5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടിയിൽ ഞാൻ ലേസ് വർക്കും കൂടെ കൊടുക്കും. പിന്നെ ഈ കാണുന്ന പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എലാസ്റ്റിക് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുക്കണം. ഇനി കഴുത്തെന്ന് പറയുമ്പോൾ 2.25 ഇഞ്ചാട്ടോ കഴുത്തിൻ്റെ വീതി കൊടുക്കുന്നത്. നീളം കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. ബാക്കിൻ്റെ കഴുത്തിൻ്റെ 3 ഇഞ്ചാട്ടോ കൊടുക്കുന്നത് നീളം. ഫ്രണ്ട് നെക്ക് സ്ക്വയറിലാട്ടോ കൊടുക്കുന്നത്. ചെസ്റ്റ് പോർഷൻ്റെ ഭാഗത്ത് ഞാൻ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ഫീഡിങ് സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.